സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്ന് മല്ലന്മാരെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ മല്ലന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങിയപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്കിഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് മാലാഖമാരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മാലാഖമാർക്ക് നിഷിദ്ധമായ ഒരു കാര്യമാണ് അവർ ചെയ്തത്. എങ്കിലും കുറച്ച് മാലാഖമാർ സംഘം ചേർന്ന് അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത ഈ പ്രവൃത്തി ചെയ്തു. അവർ മനുഷ്യരൂപത്തിൽ വന്ന് ഈ മനുഷ്യപുത്രിമാരെ ഭാര്യമാരായിട്ട് സ്വീകരിച്ച് അവർക്ക് മക്കളുണ്ടായി. ഈ മക്കളാണ് മല്ലന്മാരായിട്ട് തീർന്നത്. മല്ലന്മാർ എന്ന് പറയുമ്പോൾ ഇവരുടെ സൈസ് അതികായന്മാർ, 12 അടി, 14 അടി, 16 അടി വരെയൊക്കെ പൊക്കമുള്ള മനുഷ്യർ. ഈ കാലഘട്ടത്തിലാണ് ഭൂമിയിൽ മനുഷ്യരുടെ ദുഷ്ടത വർദ്ധിക്കുകയും ദൈവത്തിന് ഇരിക്കപ്പുറതി ഇല്ലാതാവുകയും ജലപ്രളയം മൂലം എല്ലാറ്റിനെയും തീർക്കാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ പ്രളയമുണ്ടായപ്പോൾ ഈ മല്ലന്മാരുടെ ആത്മാക്കൾ, പകുതി മനുഷ്യരുടെയും പകുതി പിഴച്ചുപോയ മാലാഖമാരുടെയും മക്കൾ, അവരാണ് പിന്നീട് അശുദ്ധാത്മാക്കളായിട്ട് മാറിയത്. അതുകൊണ്ടാണ് ഒരാളിൽ നിന്നും ഒരു അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കുമ്പോൾ അവരിൽ ആ സാന്നിധ്യം വെളിപ്പെടുന്ന സമയത്ത് ഇവർ വലിയ ശക്തി പ്രകടമാക്കുന്നു. അപ്പോൾ ഒരാളിൽ കയറിക്കൂടുന്ന അശുദ്ധാത്മാവ് ശരിക്കും ഒരു മല്ലനെ പോലെയാണ്. ആ അശുദ്ധാത്മാവിന് തീറ്റയോടാണ് താല്പര്യമെങ്കിൽ ഇവൻ തീറ്റയോട് തീറ്റയായിരിക്കും. മദ്യപാനത്തോടാണ് ആ ആത്മാവിന് താല്പര്യമെങ്കിൽ ഇയാൾ കുടിയോടുകൂടി. ഇവൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്ത് ഇവൻ കുടിപ്പിക്കുന്നത് അശുദ്ധാത്മാവിനെയാണ്. ഇവയെ നേരിടാൻ വേണ്ടിയാണ് നമുക്ക് ഈശോ പരിശുദ്ധാത്മാവിനെ സഹായകനായിട്ട് നൽകിയിട്ടുള്ളത്. യേശുനാമത്തിൻ്റെ ശക്തിയിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമുക്ക് ഈ അശുദ്ധാത്മാക്കളെ നേരിടാം.